ഇരുട്ടും വെളിച്ചവും ഇടകലർന്നു കിടക്കുന്ന ശ്മശാനം. ഇടയ്ക്കിടെ വെളുത്ത പുടവകൾ കൊണ്ട് മൂടിയ സ്മൃതിയുടെ ശിലകൾ. ആ ശിലകൾക്കിടയിൽ കാട്ടുതുമ്പകൾ. ആ കാട്ടുതുമ്പകൾ തോറും മൂളി നടക്കുന്ന തുമ്പിയെ ആട്ടിയോടിക്കുന്ന കാവൽക്കാരി. ഇരുട്ടിൻ്റെ ഏതോ നിമിഷത്തിൽ കാട്ടുതുമ്പകൾക്ക് ജീവൻ വെച്ചു. അവ പറഞ്ഞു, നോക്കൂ, ഈ വീട്ടിൻ്റെ തറവാട്ടിൻ്റെ കഥ കേൾക്കണോ? അവ കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ ഒരു ബ്രഹ്മചാരി ഊരു ചുറ്റി ഈ കാട്ടുപ്രദേശത്തെത്തി. കുന്നിൻ നെറുകയിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ അയാളിലെ എല്ലാ വികാരങ്ങളും ഉണർന്നു. ഏതൊരു ഇന്ദ്രിയ ശക്തിയെ കീഴടക്കി ജയിക്കാനായിരുന്നു അയാൾ വീടും നാടും വിട്ടത്, ആ ശക്തിയെ അയാൾ അവിടെ കണ്ടെത്തി. പെട്ടെന്ന് ദൂരെ എവിടെയോ നിന്ന് ഈശ്വരൻ്റെ പേരുള്ള ദുഃഖഗാനം. അതടുത്തടുത്ത് വരികയാണ്. ഗേറ്റ് തുറന്നു കൊടുക്കണം. കല്ലറകൾ മൂടിയ വെളുത്ത പുടവ എണ്ണിക്കൊണ്ട് ഗേറ്റിലേക്ക് നടന്നു. നടന്നു നീങ്ങിയപ്പോൾ എണ്ണം തെറ്റി. വീണ്ടും എണ്ണാൻ തിരിച്ചു പോയാൽ ദുഃഖഗാനം ഗേറ്റിലെത്തും മുമ്പേ തിരിച്ചെത്താനാവില്ല. ഗേറ്റ് തുറന്ന് മുളമഞ്ചം ചുമക്കുന്നവർക്ക് വഴിമാറി. മൂടിയ ചുവപ്പ് പുടവയിൽ വൃത്താകാരത്തിൽ എന്തോ എഴുതിയിരുന്നു. അവൾക്കത് വായിക്കാൻ താല്പര്യം തോന്നി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് വായിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തീരെ അപ്രതീക്ഷിതമായാണ് ചുവന്ന പട്ടുകൊണ്ട് മൂടിയ ശവത്തിൻ്റെ മുഖം കണ്ടത്. അമ്മ. അമ്മയുടെ ജീവനായിരുന്നു അവളുടെ ജീവൻ. തുമ്പ കയ്യിൽ നിന്ന് വീണു. അവൾ ഊറ്റിക്കുടിച്ച നെഞ്ചിലെ ഉണങ്ങിയ മുലഞ്ഞെട്ടുകളിൽ മുഖം ചേർത്തപ്പോൾ ആ കണ്ണിലെ ചൂട് കണ്ണീരേറ്റ് മരക്കൊമ്പ് പോലെ തണുത്തു മരവിച്ച ശരീരം മെല്ലെ ചൂടുപിടിച്ചു. അവളുടെ കണ്ണിലെ ചൂട് അമ്മയുടെ ശരീരമാകെ പടർന്നു. പതുക്കെ അമ്മയുടെ നെഞ്ചൊന്നുയർന്നു താണു. പിന്നെ ക്രമം തെറ്റിയ ശ്വാസം ക്രമത്തിലായപ്പോൾ, ഇമകൾ ചലിച്ചപ്പോൾ ചുവന്ന പട്ടുമാറ്റി അവൾ അമ്മയെ തോളിലെടുത്തു. കുന്നിൻ നെറുകയിൽ നിന്ന് അവൾ അമ്മയെ തോളിലേറ്റി താഴ്വരയിലേക്കിറങ്ങി. പെട്ടെന്ന് വീഴാൻ പോയി. ആ ഞെട്ടലിൻ്റെ ശക്തിയിൽ അബോധമണ്ഡലം ഭയത്തോടെ ഉൾവലിഞ്ഞു. കട്ടിലിൻ്റെ ഓരത്ത് നെറ്റിയിൽ കൈവച്ചിരിക്കുന്നു അമ്മ. മോളുണ്ണി, ദുസ്വപ്നം കണ്ടോ? അപ്പോഴും ഭയം മാറിയിരുന്നില്ല. അമ്മയെ തൊട്ടുമുമ്പിൽ കണ്ട ആശ്വാസത്തോടെ അവൾ താൻ അത്ര നേരം കണ്ട സ്വപ്നത്തെ മറക്കാൻ ശ്രമിച്ചു. ഈയിടെ ദിനുവും ഉറക്കത്തിൽ ഞെട്ടി നിലവിളിക്കുന്നു. മന്ത്രത്തകിട് കെട്ടാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഉഷയുടെ ദുർമരണം എന്തൊക്കെ വിശ്വാസമാണ് അമ്മയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുമോ? ഇല്ല, അമ്മ അതൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു.